ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളെ ഒരു ഫ്ലൈറ്റ് ജേണിയുടെ ഒരു വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൊച്ചിനിൽ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ എയർപോർട്ടിലുള്ള ബസ്സിൽ കയറി നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ഇൻഡിഗോ എയർലൈൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എയർപോർട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പയ്യെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഫ്രണ്ടിലാണ് ഞാനും എൻ്റെ കൊച്ചാപ്പനും ഉണ്ട്. അപ്പം ഞങ്ങൾ ഒരു വിശാഖപട്ടണം യാത്രയ്ക്ക് വേണ്ടിയുള്ള പുറപ്പെടലാണ് കേട്ടോ. അപ്പം ആദ്യം ഇവിടെ നിന്ന് ഹൈദരാബാദിൽ ചെന്നിട്ട് അവിടെ നിന്നും വിശാഖപട്ടണത്തേക്ക് വേറൊരു ഫ്ലൈറ്റ് മാത്രം ഞങ്ങൾക്ക് പോകാനാണുള്ളത്. രാവിലെ 9:30ക്കുള്ള ഫ്ലൈറ്റാണ്. അതിൽ കയറി ഞങ്ങൾ ഹൈദരാബാദിലേക്ക് ഇപ്പോൾ പോവുകയാണ്. നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അതേ ഫ്ലൈറ്റിൻ്റെ അടുത്ത് നമ്മളെ ബസ് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വ്യൂ അതിമനോഹരമായ വ്യൂ ആണ് കേട്ടോ. ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പം നമ്മൾ നേരെ കയറി പോവുകയാണ്. ഇവിടെ നമ്മുടെ ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്തിട്ടാണ് അവർ ഉള്ളിലേക്ക് കയറ്റി വിടുക. ഫ്ലൈറ്റിൽ കാർഗോസൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ഭംഗിയാർന്നൊരു വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ബോർഡിംഗ് പാസൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സ്കാൻ ചെയ്ത് നമ്മളെ ഒരു റാമ്പിലൂടെ അങ്ങനെ മുകളിലേക്ക് കയറി പോവുക കേട്ടോ. ഫ്ലൈറ്റിലേക്ക് ഒരു നല്ല മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻറ്റി സ്കിഡ് മാറ്റാണ്, അങ്ങനെ വഴുകത്തൊന്നുമില്ല. നമ്മൾ നേരെ കയറി പോവുകയാണ്. ആളുകളൊക്കെ ഇവിടെ നിന്നിട്ട് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വ്യൂ നല്ല മനോഹരമായ വ്യൂ ആണ്. അപ്പോൾ കൊച്ചാപ്പൻ മുമ്പിൽ നടന്ന് പോകുന്നുണ്ട്. ഫ്ലൈറ്റ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ. ഏകദേശം 400-ൽ കൂടുതൽ ആളുകളുണ്ട് ഇതിൽ ഇന്ന് ഫ്ലൈ ചെയ്യാൻ. കൊച്ചാപ്പൻ നേരെ ടാറ്റായി കാണിച്ച് ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. പുറകെ നമ്മളുണ്ട്. അപ്പം നമ്മുടെ സീറ്റ് നമ്പർ 27A and B ആണ്. ഫ്ലൈറ്റിൽ കയറി നമ്മൾ ഫ്ലൈറ്റ് അങ്ങനെ പയ്യെ പിറകോട്ട് എടുക്കുകയാണ് കേട്ടോ. എടുത്തിട്ട് വേണം നമ്മുടെ റൺവേയിലേക്ക് കൊണ്ടുപോകാൻ. അതിനു വേണ്ടിയുള്ള പുറപ്പാടാണ്. ഫ്ലൈറ്റ് പയ്യെ റിവേഴ്സ് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ നിന്നും ഹൈദരാബാദ് വരെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം ഇതിൽ കയറുമ്പോൾ തന്നെ ആരൊക്കെയാണ് ഇതിനകത്തുള്ള പൈലറ്റ്, ക്രൂ മെമ്പേഴ്സ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അവർ തരുന്നുണ്ട്. അതേപോലെ ഏതൊക്കെ ലാംഗ്വേജാണ് അവർ സംസാരിക്കുക, നമുക്ക് ഏതൊക്കെ ലാംഗ്വേജിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ അവർ ഇതിനകത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇതാണ് ഫ്ലൈറ്റിലെ ക്രൂ മെമ്പർ. എമർജൻസി സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പുള്ളിക്കാരി പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എത്ര എക്സിറ്റ് ഉണ്ട്, എമർജൻസി എക്സിറ്റ് ഉണ്ട്, നമുക്ക് എങ്ങനെ പുറത്തേക്ക് പോകാൻ, എങ്ങനെ ഡോറ് തുറക്കാം, എങ്ങനെ മാസ്ക് ഉപയോഗിക്കാം, അതേപോലെ അതിനകത്ത് ഉള്ള എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും അവർ പറഞ്ഞു തരികയാണ്. പുറത്തേക്കുള്ള വ്യൂ കണ്ടോ, നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പയ്യെ റൺവേയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ദൂരെയുള്ള കാഴ്ച കണ്ടോ, നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ദൂരെയുള്ള കാഴ്ചയാണ്. ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ആവുകയാണ് കേട്ടോ. ഇനി റൺവേയിലേക്ക് കയറിയിട്ട് നല്ല സ്പീഡിൽ അങ്ങ് ഫ്ലൈറ്റ് മുന്നോട്ട് പോകും കേട്ടോ. നല്ല രസമായിരിക്കും അതിനകത്തിരുന്ന് പോകുമ്പം. ആദ്യമായിട്ട് കയറുന്നവർക്കൊരു പ്രത്യേക ഫീലായിരിക്കും കേട്ടോ. അപ്പം നല്ല സ്പീഡ് എടുത്തിട്ടാണ് മുന്നോട്ട് പോയാലാണ് ഇത് മുകളിലേക്ക് പറന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ല സ്പീഡിൽ പോവുകയാണേ. അപ്പം നമ്മളിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതിന് മുമ്പ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇരിക്കണം. ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെൽറ്റ് ഉപയോഗിക്കണം. നമ്മൾ നല്ല സ്പീഡിൽ പോവുകയാണേ, ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണേ. ദൂരെ ഫ്ലൈറ്റുകൾ കിടപ്പുണ്ട്. ഇങ്ങനെ നല്ല സ്പീഡിൽ പോകും, നല്ല ടോട്ടൽ കൊടുത്ത് നല്ല സ്പീഡിൽ പോവുകയാണേ. അങ്ങനെ പയ്യെ ഇത് ഇപ്പോൾ പൊങ്ങാൻ തുടങ്ങുകയെ. നല്ല സ്പീഡാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. മുകളിലേക്ക് നമ്മൾ പയ്യെ ഉയർന്നിരിക്കുന്നു. അങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ നേരെ മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ആകാശ ദൃശ്യമാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ദൃശ്യമാണ്. നല്ല ക്ലിയർ സ്കൈ ആണ് കേട്ടോ. താഴെ വീടുകളും എല്ലാം ചെറുതായിട്ടും കാണുന്നു, മരങ്ങളും എല്ലാം. നല്ല മനോഹരമായൊരു ദൃശ്യമാണ് ഇത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ആളുകൾ നോക്കുന്നുണ്ട് എന്താണ് ഇവരിങ്ങനെ എടുക്കുന്നതെന്ന്. നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കേട്ടോ താഴെ നല്ലൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഫ്ലൈ ചെയ്ത് ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, കൊച്ചിയുടെ നല്ലൊരു
ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താഴെ കെട്ടിടങ്ങളൊക്കെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ, പാടം എല്ലാം നമുക്കിങ്ങനെ മേളിൽ നിന്ന് നോക്കാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ വിൻഡോ സീറ്റ് മാക്സിമം കിട്ടാൻ നോക്കുക. വിൻഡോ സീറ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ നല്ല ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പം നമ്മൾ നല്ല ഹൈറ്റിലെത്തിയിട്ടോ. അപ്പോൾ താഴെ മേഘങ്ങളൊക്കെ ഇരിക്കുന്ന കാണാൻ കണ്ടോ. താഴെ ലാൻഡ് ഏരിയ കാണാൻ വളരെ കുറവാണ്. നല്ല ഹൈറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ദൂരത്തോടുള്ള വിസിബിലിറ്റി നമുക്കുണ്ട്. നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഭയങ്കര ക്ലൗഡി ആണെങ്കിൽ നമുക്കൊന്നും കാണാൻ കഴിയത്തില്ല. അടിയിൽ കുറേ മഞ്ഞിൻ്റെ പാളികൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വ്യൂ കിട്ടും കേട്ടോ. നല്ല ഹൈറ്റിലാണ് പോകുന്നത് കേട്ടോ. മഞ്ഞൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് അടിയിൽ കൂടെ ഉണ്ട്. കുറേ ദൂരത്ത് മഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ വിസിബിളായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് വിൻഡോയിലൂടെ. നല്ല മനോഹരമായ ദൃശ്യം കേട്ടോ. മിസ് ചെയ്യരുത്. എല്ലാവരും ഫ്ലൈറ്റിൽ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യണം. ചെയ്യുകയാണെങ്കിൽ വിൻഡോ സീറ്റ് മാക്സിമം കിട്ടാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെയ്ഡ് സീറ്റുകളാണ്. നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്താലാണ് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടുക. സെൻട്രലിലുള്ള നമുക്കുള്ള സീറ്റുകൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരില്ല. എന്താണ് പൊക്കുന്നുള്ള നല്ല വ്യൂ. നമ്മൾ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെത്തിയിരിക്കുക കേട്ടോ. ഹൈദരാബാദ് എത്താറായി. നേരെ ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഹൈദരാബാദിലുള്ളത്. നമ്മളവിടെ ലാൻഡ് ചെയ്യാൻ പോകുക കേട്ടോ. നല്ല മനോഹരമായ ദൃശ്യമാണ്. ഹൈദരാബാദ് നല്ലൊരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. പേൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ്. അപ്പോൾ പയ്യെ താഴ്ന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തെ ഏരിയയൊക്കെ നല്ലപോലെ വിസിബിളാണ് കേട്ടോ. അവിടുത്തെ ഒരു തടാകം, റോഡുകളെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല മനോഹരമായ ദൃശ്യമാണ്. അങ്ങനെ നമ്മൾ താഴ്ന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. റൺവേ നമ്മൾ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേ താഴെ എത്താറായി. എയർപോർട്ടിൻ്റെ റൺവേയുടെ അടുത്ത് എത്താറായിട്ടുണ്ടോ. വളരെ താഴ്ന്നു വന്നത് ദേ കാണാൻ കഴിയുന്നുണ്ട് റൺവേ. അതേ കണ്ടോ, റൺവേയിലേക്ക് എത്തി. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടാണ് ഇരിക്കുക. നമ്മൾ താഴെ ലാൻഡ് ചെയ്തു ഗൈസ്. നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. ലാൻഡ് ചെയ്തുമ്പോൾ നല്ല സ്പീഡിലാണ് ഇറങ്ങുമ്പോൾ പോകുന്നത്. പോയിട്ട് ആണ് പയ്യെ അത് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ സ്പീഡ് കുറച്ച് അത് അവിടെ ഒരുമാതിരി സ്റ്റോപ്പാകുന്നത് കേട്ടോ. സ്റ്റോപ്പാകുകയല്ല, അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്ത് വരെ എത്തിക്കും. അത് കഴിഞ്ഞ് നമ്മളെ ആദ്യം വന്ന പോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് എയർപോർട്ട് ട്രാൻസ്ഫർ ബസ്സുകളുണ്ടാവും. എല്ലാ എയർലൈൻസിലും ഡിഫറെൻറ്റ് ബസ്സുകളായിരിക്കും. നമ്മൾ ആ ബസ്സിൽ കയറ്റി എയർപോർട്ടിൻ്റെ അറൈവൽ ഏരിയയിലേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മൾ നേരെ ലാൻഡായിരിക്കുകയാണ്. ലാൻഡ് ചെയ്ത് വേണ്ട അതിൻ്റെ വിങ്സിലെ ഇതൊക്കെ ഉണ്ടോ, മാറുന്നുണ്ടോ. അപ്പം നമ്മൾ നേരെ ലാൻഡ് ചെയ്ത് എയർപോർട്ട് കാണുന്നതാണ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ്. വളരെയധികം ഫ്ലൈറ്റുകൾ ഇവിടെ ദിനം പ്രതി വരികയും പോവുകയും ചെയ്യുന്നൊരു എയർപോർട്ടാണ്. നല്ല പുതിയ രീതിയിൽ, ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള നല്ലൊരു എയർപോർട്ടാണ് ഇന്ത്യയിലുള്ളതിൽ. ഇപ്പം നല്ലൊരു എയർപോർട്ടാണ്. അപ്പം നമ്മളങ്ങനെ ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് അതിൻ്റെ അടുത്തേക്ക് പയ്യെ നമ്മുടെ ഫ്ലൈറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലിയർ സ്കൈ ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാം വിസിബിളാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ വേഗത വളരെ സാവധാനമായി അത് തിരിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ. അപ്പോൾ ഇപ്പം നമുക്കിനി സീറ്റ് ബെൽറ്റൊക്കെ ഊരാം. അതിൻ്റെ ഒരു സിഗ്നൽ വരും, സീറ്റ് ബെൽറ്റ് നമുക്ക് എപ്പോഴാണ് ഊരാമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഊരി റെഡിയായിരിക്കുക. ഇപ്പം 7 kg ആണ് നമ്മുടെ ക്യാബിൻ ലഗേജ്. അത് നമുക്ക് ക്യാബിനിൽ തന്നെ എടുക്കാം. അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ എയർപോർട്ട് ഡിപ്പാർച്ചറിൽ എത്തുമ്പോഴാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മളിങ്ങനെ തിരിച്ച് ഇങ്ങനെ ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഫ്ലൈറ്റ് കേട്ടോ. ഇതുകൊണ്ടോ ഒത്തിരി ഫ്ലൈറ്റുകൾ അങ്ങ് കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പയ്യെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പയ്യെ എണീറ്റ് ബാഗും ലഗേജൊക്കെ എടുത്തിറങ്ങാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. എല്ലാം നിന്ന് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഇറങ്ങത്തുള്ളൂ. അതുവരെ എല്ലാവരും അതിനകത്ത് തന്നെ ഇരിക്കണം. കൂടുതൽ തിടുക്കം കാണിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ നേരെ പയ്യെ കൊണ്ടുപോവുകയാണ്. ഒത്തിരി ദൂരം നമുക്കിങ്ങനെ വരേണ്ടതായുണ്ട് കേട്ടോ. അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ
ബസ് നിൽക്കുന്ന അടുത്ത് വരെ വരണമെങ്കിൽ കുറച്ച് ദൂരം ഇങ്ങനെ അത് വയ്യെ ഓടിച്ച് കൊണ്ടിരുന്നതായിട്ടുണ്ട് കേട്ടോ. നമ്മളെത്തി. അപ്പം നമ്മൾ അവിടെ നിന്നും എയർപോർട്ട് ട്രാൻസ്ഫറിനുള്ള ബസ്സിൽ കയറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇൻഡിഗ എയർപോർട്ടിൽ നിന്നും നമ്മളെ കൊണ്ടുവന്ന് ഇറക്കി ഇൻഡിഗോ എയർലൈൻസ്. അപ്പം നമ്മൾ ആ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇൻഡിഗോയുടെ തന്നെ ബസ്സാണ് ഇത്. നമ്മളെ നേരെ കൊണ്ടുപോയി അവിടെ അറൈവലിൻ്റെ ഏരിയയിൽ കൊണ്ട് ചെന്ന് എത്തിക്കും. ഇന്ന് എനിക്ക് പോകേണ്ടത് വിശാഖപട്ടണത്തേക്കാണ്. എനിക്കിവിടുന്ന് ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ എടുത്ത് അടുത്തൊരു ഫ്ലൈറ്റ്, അതും ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് തന്നെയാണ്. അത് ഏകദേശം 1:20 ആ ടൈമിലാണ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ടില്ല. ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെയ്ത പോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം അവിടെയുണ്ട്. അത് കഴിഞ്ഞാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാൻ കഴിയുക. അപ്പം നമ്മളുടെ ബസ് അങ്ങനെ നമ്മളെ ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ. ഹൈദരാബാദ് വളരെ മനോഹരമായ ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് സിറ്റിയിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് എയർപോർട്ട് ക്യാബുകളൊക്കെ ഇതിൻ്റെ മുന്നിൽ നിന്ന് തന്നെ കിട്ടും. ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം. അല്ലാതെ ക്യാബുകൾ അവിടെ നിന്ന് ഉള്ളതിൽ നമുക്ക് പോകാൻ കഴിയും. ഏകദേശം 1000 റുപ്പീസ് റേഞ്ചിലാണ് ഇവിടെ നിന്ന് നമുക്ക് ക്യാബുകൾ അവിടം വരെ പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ എവിടെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങോട്ടുള്ള ക്യാബ് ഇവിടെ നിന്ന് എടുത്ത് പോകാൻ കഴിയും. ഹൈദരാബാദിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 3 ഡേയ്സ് മിനിമം നമുക്ക് വേണം എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണണമെങ്കിൽ. അപ്പോൾ അതിടെ മെയിനായിട്ട് നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാമോജി റാവു ഫിലിം സിറ്റി, ഗോൾക്കൊണ്ട ഫോർട്ട്, ചാർമിനാർ, ബിർള മന്ദിർ, ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണണമെങ്കിൽ മിനിമം ഒരു 3 ഡേയ്സ് നമുക്ക് വേണം. ഫാമിലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു വെക്കേഷൻ സ്പോട്ടാണ് കേട്ടോ ഹൈദരാബാദ്. നല്ലൊരു ക്ലീൻ സിറ്റിയാണ്. അപ്പോൾ നല്ല സൗകര്യമാണ്. നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഹൈദരാബാദ്. നമ്മുടെ ബസ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് നമ്മളെ. ഈ കാണുന്നതാണ് എയർ ബ്രിഡ്ജ്. ചില ഫ്ലൈറ്റ് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ എയർ ബ്രിഡ്ജ് ആ ഫ്ലൈറ്റിലേക്ക് ഘടിപ്പിക്കും. അവിടെ നിന്ന് നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ നടന്നാണ് ഉള്ളിലേക്ക് പോകാൻ കഴിയുക. അപ്പം നമ്മൾ ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ അറൈവൽ ഏരിയയിലെത്തി. അപ്പോൾ ഇവിടെ ബസ്സുകൾ വന്ന് നിൽക്കും. ഇവിടെ നമ്മൾ ഇറങ്ങിയാണ് ഉള്ളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇനി ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ എടുത്താണ് അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ ഇനിയൊരു വീഡിയോയും കൊണ്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ അനുഭവം എല്ലാം ഷെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ.